അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു പൂരം ഡേ എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ഞാൻ വളാഞ്ചേരിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങാടിപ്പുറം പൂരം അങ്ങനെയാണ്, 10 ദിവസം ഉണ്ടാവും, വലിയൊരു പൂരമാണ്, അങ്ങനെ കുറേ കേട്ടിക്കണേ. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വളാഞ്ചേരി നിങ്ങളുടെ എത്തുമ്പോഴത്തേനും കുറേ ടൈം എടുക്കുമല്ലോ. പിന്നെ അവിടെ നിന്ന് വരാനുള്ള സിറ്റുവേഷനും പറ്റിയിരുന്നില്ല. ഇപ്പം ഞാൻ ആ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തായ ജീവിതമാണല്ലോ ഇപ്പോൾ. അപ്പം നമുക്ക് പോവാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു അവസാനത്തെ കൂടൽ, മീൻസ് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞല്ലോ, ക്ലാസ് കഴിയാറായി. അപ്പോൾ ഞങ്ങൾ അവസാനത്തെ ഒരു കൂടൽ എന്നുള്ള പേരിൽ ഞങ്ങൾ ഗേൾസ് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇന്ന് പൂരം കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഇട്ട് നിൽക്കണം. ഇതിൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ് ഗൈസ്. ഇതിട്ടൊക്കെ എങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പൂരത്തിനാണ് പോണത്. അപ്പം ഞാൻ അടുത്ത പരിപാടി എന്താ വെച്ചാൽ എനിക്ക് മുടി നേരാക്കണം. അതിനൊക്കെ പേഴ്സണൽ ഹെയർ ഡ്രസ്സർ ഉണ്ട്. വേറെ ആരുമല്ല, എൻ്റെ മമ്മീനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് ഞാൻ ഒരു സ്റ്റൈല് കണ്ടുവച്ചിരിക്കുന്നു. അതേ സാധാരണ ഞാൻ കിട്ടുന്ന സ്റ്റൈൽ തന്നെയാണ്, പക്ഷെ പോണീട്ടലല്ലാതെ 4 മുടഞ്ഞിടണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിന് മാത്രം മുടിയൊന്നും എനിക്കിപ്പം ഇല്ല. അപ്പം നമുക്ക് മമ്മീനെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ പേഴ്സണൽ ഹെയർ ഡ്രസ്സർ. വേദിയിൽ വർഷങ്ങളായി ഞാൻ ഇത്രക്ക് ഇത് കെട്ടി കൊടുക്കണം. ഇന്നേ വരെ എൻ്റെ മേത്ത് മയക്കണം, എൻ്റെ മയക്കേണ്ട ആവശ്യമില്ല. സോറി ഇന്നേ വരെ ഞാൻ അത് കെട്ടാൻ പഠിച്ചിട്ടില്ല. ആക്ച്വലി ഇക്കാലം വരെ അത് കെട്ടാൻ പഠിച്ചിട്ടില്ല. കാരണം പഠിച്ചാൽ പിന്നെ മമ്മ കെട്ടിത്തരേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ പിന്നെ മമ്മൻ്റെ പണി കുറയുമല്ലോ. എനിക്ക് അത് ഇഷ്ടമല്ല. അതെ, വേദിയിൽ. അപ്പം നമ്മൾ ഇന്ന് ഉദ്ദേശിക്കണത് എന്താ അറിയോ? ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നത് മുടയാനെ ആരൊക്കെ ഇപ്പൊ മുടിണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ തോളപ്പുണ്ടോന്ന് ഉറപ്പില്ല. അങ്ങനല്ല, ഫ്രണ്ടിൽ ഇങ്ങനെ മുടഞ്ഞിട്ട് ബാക്കിൽ ഇങ്ങനെ ബ്രൈഡ് ചെയ്ത് വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത്. എത്തിയില്ലെങ്കിൽ എത്തിയില്ല. ഓക്കെ, എന്തായാലും സൈഡ് ഇതൊക്കെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരട്ടെ. സോറി, നിങ്ങൾ ഈ സ്ഥിരം ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ മുടി വഴെടുക്കുമ്പോൾ ഈ ഭാഗത്ത് മുടി തിന്നായി പോകും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വഴെടുക്കണം. പക്ഷെ ഇവിടെ ഒരുത്തി സമ്മതിക്കൂല. ഈ ഒരുത്തിക്ക് ഇത് തന്നെ ഇന്നമോൾ ഇവിടുത്തെ മുടി ഭയങ്കര തിന്നാണ്, വരുന്നുണ്ട്. അത് ഞാൻ ഇത്ര പറഞ്ഞെടുക്കും. പക്ഷെ ഓൾക്ക് ഈ സൈഡേ പറ്റുള്ളൂ. അപ്പോൾ ഇനി മറ്റേ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ്, നമ്മളൊരു സൈഡിന് എടുക്കുമ്പോൾ കുറച്ച് ഇപ്പുറത്തെ സൈഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ മുടി തിന്നായി പോകും. അല്ലെങ്കിൽ നടുഭാഗം എടുത്താലും മതിയല്ലോ അല്ലേ? അപ്പം നടു കയറി പോയിക്കോളും. സോ ഗൈസ്, അങ്ങനെ ഹെയർ സ്റ്റൈൽ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ബാക്കിൽ മുടഞ്ഞു തന്നില്ല മമ്മ മുടഞ്ഞു തന്നപ്പോൾ രസമല്ലാത്ത പോണ്ടേല് കെട്ടി തന്നിക്കണം. പക്ഷെ നടന്നപ്പോൾ അത്ര മുടി ഉണ്ടായില്ല. അപ്പൊ എന്തായാലും എൻ്റെ ഒരുക്കം കഴിഞ്ഞു. ഞാൻ കുട്ടികൾ വിളിച്ചോണ്ടിരിക്കണം, എല്ലാവരും ഇവിടെ എത്തിക്കണം. ഞാൻ എപ്പോഴും നേരം വഴുകും. അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് മാറ്റി ഒരുങ്ങാൻ നേരമില്ല, ഞാൻ പോവാൻ നോക്കട്ടെ. അങ്ങനെ നമ്മള് ഇന്നുമോള് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മള് പെരുന്നാളിന്റെ ചുരിദാറാണ്. ഞാൻ എങ്ങോട്ട് പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ എന്താണ് ആദ്യമായിട്ടാണ് ഇടുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മള് ഫ്രണ്ട്സിനെ കൂടെ പോയിട്ട് ചില്ലാവുന്ന വീഡിയോ കറക്റ്റ് എല്ലാം എടുത്തോളാം. ഓക്കെ, എനിക്കറിയണം നീ എവിടെ പോയി ഇഞ്ചി. ഓക്കെ, അത് ഞാൻ മമ്മ കാണാണ്ടാത്തത് ഫോൺ ഓഫ് ആക്കും, കാണേണ്ടത് മാത്രം ഞാൻ നോക്കട്ടെ. സമയ സന്ദർഭമൊക്കെ ഞാൻ നോക്കും. അതുകൊണ്ട് എല്ലാ ഭാഗം കവർ ചെയ്തോളാം. ഓക്കെ, ചുണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ചിലപ്പോ തിരക്കിലാക്കാറുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി ബാക്കി അമ്മുവിന്റെ വീട്ടിൽ വെച്ചിട്ട് കാണാം. നീ ബസ്സിൽ പോണത്, ബസ്സിൽ കയറുന്നത് അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് കൊടുക്കണം, എല്ലാം എടുക്കണം. നടന്നാ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതും എനിക്ക് ബസ്സൊന്നും കിട്ടില്ല. നേരെ ഓട്ടോ കണ്ടിട്ട് കിട്ടിയത്. ഒരു ചേട്ടൻ അങ്ങാടിപ്പുറത്ത് കാണുന്ന ആക്കിത്തരാം, ബസ്സൊന്നും വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കയറി നേരെ അങ്ങാടിപ്പുറത്തേക്ക് ഓർഡർ ചെയ്ത് അമ്പലത്തിൻ്റെ മുമ്പ് ഇറക്കി തരുക ചെയ്തത്. കാരണം അത്രയും ബ്ലോക്ക് ചെയ്യുന്ന അങ്ങാടിപ്പുറത്ത്. ഈ പൂരം വന്ന അങ്ങനെ തന്നെ അങ്ങാടിപ്പുറം. അപ്പോൾ നേരെ അമ്പലത്തേക്ക് പോയി ഞങ്ങൾ എല്ലാവരും കൂടി ഫസ്റ്റത്തെ ഉച്ചക്കത്തെ ഒരു പരിപാടി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. ഉച്ചക്കും ഇതേപോലെ കൊട്ടും ആനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നാമത് കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അധികം അടുത്തുനിന്ന് കാണാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ആന നേരിട്ട് കുറച്ച് അടുത്തുനിന്ന് കാണാൻ വേണ്ടി പോകല്ലോ വെച്ചിട്ട് അങ്ങനെ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയതാണ് കേട്ടോ. നമ്മള് അത് ആന വരുന്നുണ്ട്, ആന കാണിച്ചു. അങ്ങനെ ഈ ആന എന്താ പറയുക, ഈ അമ്പലത്തിൻ്റെ ചുറ്റോറും 3 തവണയായിട്ട് റൗണ്ട് ചെയ്യും തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ആന എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകും. പിന്നെ ആന എങ്ങോട്ടാണ് പോകുന്നത് ആ സ്ഥലത്തേക്ക് പിന്നെയും പോകും. ആനനെ കാണാൻ വേണ്ട സത്യം പറഞ്ഞാൽ ഉച്ചക്കത്തെ പരിപാടിയായിട്ട് അങ്ങനെ പോയത് കേട്ടോ. അത് നല്ല രസമായിരുന്നു. കാരണം ഞാൻ പൂരത്തിനധികം പോയിട്ടില്ല. ചെറുപ്പത്തിലായിട്ട് ഞാൻ എടപ്പാളൊക്കെ താമസിക്കുന്ന സമയത്താണ് പൂരത്തിന് ആദ്യമായിട്ട് പോയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ പൂരത്തിന് പോയില്ല. പിന്നെ പട്ടാമ്പി നേർച്ചക്കൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം പൂരം കണ്ടപ്പോഴും ഈ കൊട്ടും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് എനിക്കെന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു.
ആനനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു മഴ പെയ്തു. അങ്ങനെ മഴയൊക്കെ നനഞ്ഞിട്ട് മഴ നനയില്ല, ഞങ്ങൾ ഷീറ്റിൻ്റെ അടിയിലായ കാരണം കൊണ്ട് മഴ നനയുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസം, ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെയാണ് മഴ തോർന്നപ്പോൾ നേരെ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. കുളമാണോ തോട് എന്നാണോ പറയുക, എന്താ എനിക്ക് അറിയാൻ പാടില്ല. ആ ഭാഗത്തേക്കൊക്കെ പോയി നോക്കി അവിടെ എന്താണ് ഈ ആലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആലുമ ആണടിച്ച് കണ്ടപ്പോൾ എന്താണ് അതുമ്മ മറ്റേ ഇതുണ്ടാവും, യക്ഷി ഉണ്ടാവും, നമുക്ക് തുറന്നു വിടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുളത്തിലേക്ക് നോക്കുമ്പോൾ പാമ്പ് ഇങ്ങനെയാണ് കണ്ടു. ഞങ്ങൾ അത് കണ്ടിട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി, കാരണം ഏകദേശം വെയ്യാതായിക്കണം. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അമ്മൂൻ്റെ റൂം ഒരു കിലോമീറ്ററൊക്കെ ഉള്ള അതിൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് ലുഡോ കളിക്കാൻ വേണ്ടിയിരുന്നു. കാരണം എല്ലാവരും ചെന്നിരുന്നപ്പോൾ ഫോൺ കളിക്കാൻ വേണ്ടിയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഗെയിം കളിക്കാൻ, നമ്മൾ ലുഡോ കളിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. ലുഡോ കളിച്ചപ്പോൾ സാധാരണ ഞാനാണ് ജയിക്കേണ്ടിണ്ടായിരുന്നത്. പക്ഷെ എന്തോ ഒരു കാരണവശാൽ അന്ന് നിൻഷിയും ബാക്കിയുള്ളവരൊക്കെ ജയിച്ചു, ഞാൻ തേർഡേ ആയി. ഞങ്ങൾ ഇനി അടുത്ത പൂരം കാണാൻ എപ്പോഴാണ് പോകണം? 9 മണിയൊക്കെ ആകുമ്പോഴാണ് പോകണത്. യെസ്, അതുവരെ ഞങ്ങൾ ഫുഡ് വരും. ഇപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തത് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ലുഡോ കളി കഴിഞ്ഞ ഒരു ഒറ്റ ഉറക്കം. എപ്പോഴാണ് നീക്കണത്? നല്ല തലവേദന ഒരു വിക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചൂട് ചായ പക്ഷെ ഇവിടെ ഉണ്ടാക്കാൻ ഒന്നുമില്ല അത്രേ. ഈ പെണ്ണുമ്പള്ള ചോറും കറി ഒന്നും ഉണ്ടാക്കില്ല. അവിടെ ചട്ടിയും പാത്രം ഒന്നുമില്ല, അവിടെ കുടുങ്ങി ഞങ്ങള്. അപ്പം ഇനി ഫ്രൈഡ് ചിക്കൻ വരാൻ വേണ്ടി കാത്തിക്കാണ് ഞങ്ങൾ. അമ്മൂൻ്റെ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് കണ്ടാൽ നമ്മൾ ഏതോ മറ്റേ രാജ്യമൊക്കെ വിട്ട് വേറെ ഏതോ രാജ്യത്ത് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അതേ ഒരു ആംബിയൻസ്. കാരണം ചുറ്റോറം ബിൽഡിംഗ് ആയിരുന്നു, അതിന് നടുവിലാണ് ഇവിടെ റൂം വരുന്നത് കേട്ടോ. പിന്നെ ഒന്നാമത് ഞാൻ പുറത്ത് പോയി നിൽക്കാറില്ല, അതിൻ്റെ എക്സൈറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. ചോറ് പാത്രത്തിലൊക്കെ കഴിക്കണത്. അതിനെ കുറിച്ച് എന്താ പറയുക? പാത്രത്തിൽ നോക്കി നോക്കൂ, ചോറ് മാത്രം, ഐസ് മാത്രം. തുറക്കും. ഓക്കെ, എന്റെ പാത്രം സാരില്ല. അങ്ങനെ കുബൂസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ ചിക്കൻ പൊളിച്ചു. ഞങ്ങൾ പോകത്ത് ചിക്കനായിട്ട് അധികം മേടിക്കാറ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ അടുത്ത് നല്ലൊരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ലെഗ് പീസ് എനിക്ക് വേണമെന്ന്. അപ്പോൾ നേഹ പ്രത്യേകിച്ച് തല്ലൊന്നും ഉണ്ടാക്കേണ്ട വെച്ചാൽ ലെഗ് പീസ് വേൻ തന്നു. സത്യം പറഞ്ഞാൽ ലെഗ് പീസ് നഷ്ടമാണ്, എനിക്കുള്ള കാര്യം അറിയാം. പക്ഷെ എന്തൊക്കെ ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലെഗ് പീസ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എങ്ങനെയെന്നല്ല ഞാൻ കഴിച്ചത്. അതുകൊണ്ടാണ് അവിടെ ബാക്കിൽ കുട്ടികൾ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഷിംന എങ്ങനെയാണ് കഴിക്കാറ്, ഇങ്ങനെയല്ലല്ലോ ഈ ഒറിജിനലായിട്ട് എങ്ങനെ കഴിക്കാറ്, അത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടോ. നമ്മൾ ആർത്തിയോടെ കഴിക്കണമെന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, നമ്മൾ വൃത്തി കൊടുക്കുന്ന മാനേഴ്സിൽ കഴിക്കണ്ടേ. ഗൈസ്, ഞങ്ങളിന്ന് 2ാമത്തെ വട്ടം പൂരത്തിന് പോവാണ്. അയ്യോ ഓടിവാ. ഞങ്ങൾ എല്ലാവരും കൂടി 2ാമത്തെ വട്ടം പൂരത്തിന് പോവാണ്. എല്ലാവരും ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ചുരിദാറൊക്കെ ഇട്ട് വന്ന ആൾക്കാർ ചുരിദാറൊക്കെ ഒരു ടീഷർട്ട് ബാൻഡും ബലും ആയി ഫ്രീ. ഞങ്ങൾ മെല്ലെ മെല്ലെ നടക്കട്ടെ പൂരം കാണാൻ. അങ്ങനെ രാത്രി പൂരത്തിന് പോയപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം രാത്രി പൂരത്തിന് പോകാന്നുള്ള കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, ചിന്തിക്കുക പോലും അങ്ങനെ പോകാൻ പറ്റുന്നുള്ള കാര്യം. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആണ്, ഇനി ഞങ്ങളുടെ അധികം എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല, പണിക്ക് പറഞ്ഞ ടൈമായില്ല, അതുകൊണ്ടൊക്കെ കേട്ടോ അമ്മ സമ്മതിച്ചത് പോയിക്കോ പറഞ്ഞിട്ട്. ഇനിയും കുറേ കുട്ടികളൊക്കെ ഉണ്ടായതായിരുന്നു, പക്ഷെ അവർക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അപ്പം വരാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ രാത്രി ആയപ്പോൾ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫയർ വർക്ക്സ് അടുത്തത് പോയിട്ട് കാണാൻ പറ്റില്ല, കാരണം അത്രയും തിരക്കായിരുന്നു ആൾക്കാരെ കൊണ്ട്. ഈ ആന സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകും, പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി കയറി വരും. സ്റ്റെപ്പ് നല്ല ആഴത്തിലായിട്ടുള്ളത്, ഭയങ്കര ആഴത്തിലേക്കുള്ള സ്റ്റെപ്പാണ്. കാരണം നമുക്ക് തന്നെ ഇറങ്ങാൻ വരും. പിന്നെ ആന എങ്ങനെ ഇറങ്ങണം എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. രാത്രി ആയപ്പോൾ ഉണ്ടായിരുന്ന ആ കൊട്ടിൻ്റെ കൂടെ ആൾക്കാർ താളം വെക്കലോ ഒക്കെ കൂടി അടിപൊളി കേട്ടോ. കൊട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ അടിപൊളി. കൊട്ട് ഇത്ര കേൾപ്പിച്ചു തരാൻ പറ്റണുള്ളൂ കേട്ടോ, കാരണം ഇനി കൊട്ട് കേൾപ്പിച്ചെന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആന ഈ പൂരത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആനൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് ഇതൊക്കെ കണ്ട ക്ഷീണത്തിൽ ഓരോ കുലുക്കി പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ കുലുക്കി അടിക്കണം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേട്ടനൊന്ന് മെയിൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുലുക്കിൻ്റെ വീഡിയോ എടുത്തിട്ട് നേരെ വീട്ടിൽ പോയിട്ട് കിടന്ന് ഇറങ്ങി. ഗൈസ് ഇന്നലെ പൂരം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ രാവിലെ പോവുകയാണ് വീട്ടിലേക്ക്. കണ്ടറിയാലോ, ഉറക്കം കംപ്ലീറ്റ് ആയിട്ടില്ല, 3-4 മണിക്കാണ് കിടന്നുറങ്ങിയിരിക്കുന്നത്. അയ്യോ, ഞങ്ങൾ ബസ് കയറി വീട്ടിലേക്ക് പോകണം. എന്തായാലും കിട്ടിയിട്ട് വീട്ടിൽ പോകണം ഗൈസ്. അങ്ങനെ ബസ് തന്നെ കിട്ടിയിട്ടോ. ഞങ്ങൾ സ്ഥിരം പോകാറുള്ള ബസ്സിനാണ് CTC പറഞ്ഞത്. ഞങ്ങൾ ഏകദേശം ആ ടൈമിലാണ് നീറ്റ് വന്നിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ബസ് തന്നെ കിട്ടിയ കാരണം കൊണ്ട് ഇതിൻ്റെ സ്റ്റോപ്പ് ഏതാണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ഇനി അവിടെ തന്നെ ഇറക്കി തന്നു. ഞാൻ പിന്നെ ആ കയറ്റം അങ്ങനെ കയറി വീടെത്തിയാൽ മതിയെന്നുള്ളൂ. ഇതേ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കോലം എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ
മമ്മി വരുന്നുണ്ട്. മമ്മി എന്നെ ഊരുതണ്ടി എന്നൊക്കെയാ പറഞ്ഞത്. പൂരം കാണാൻ പോയതല്ലേ. മമ്മീനെ കാണിച്ചിട്ടോ. ഇവിടെ രാവിലെ പിടിപ്പത് പണികളുണ്ട്. വീടിന്റെ അടുത്തേക്ക് ചുരിദാറൊക്കെ അയച്ചിട്ടുണ്ട്. പോരെ ഇല്ല, എനിക്കൊന്ന് കിടന്നു ഉറങ്ങാം. ഞാൻ ഉറക്കാം. നല്ലോണം എൻജോയ് ചെയ്തതല്ലേ. പോരെ 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 ചുരിദാറൊക്കെ അയച്ചോ. നമുക്ക് മാക്സ് തരാം. മാക്സ് അടിക്കാനുണ്ട്, തുടക്കാനുണ്ട്, കുക്കിംഗ് ഉണ്ട്, തേങ്ങ ചിലവാനുണ്ട്. എന്താ ഇജ്ജ് പറയുന്നു? ഞാൻ എന്താ വേലക്കാരി വീട്ടിൽ ലീവ് കഴിഞ്ഞ് വന്ന പോലെ. നീ ജോലിക്കരിയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇന്നലത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പം ഞാൻ ബാക്കി വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.